ഈ ലോകത്തിലുള്ള എല്ലാവരും വ്യാകുലതയിൽപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഭൗതികമായിട്ടുള്ള എന്താവും, എനിക്കിത് നടക്കോ ഇല്ലയോ, അത് നടക്കോ ഇല്ലയോ, ഇന്ന് അവിടെ പോകുമ്പോൾ ഇത് ശരിയാവോ, ഇങ്ങനെ ചിന്തകളിലാണ് എല്ലാവരും. അതുകൊണ്ട് എപ്പോഴും ഭയപ്പെട്ടിരിക്കുക. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങളല്ലേ? പക്ഷികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാക്ക, അണ്ണാൻ, എപ്പോഴും ഭയത്തിലാണ് അവർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർ കഴിക്കുമ്പോഴും ഒന്ന് നോക്കും, പിന്നെ ചുറ്റും നോക്കും, ഒന്ന് കഴിക്കും, വീണ്ടും ഇങ്ങനെ ചുറ്റും. ആരെങ്കിലും നോക്കുന്നുണ്ട്, ആരെങ്കിലും വീണ്ടും കഴിക്കും. സമാധാനമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഇന്നത്തെ ആൾക്കാർ. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും ടെൻഷൻ 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 ടെൻഷൻ. എന്തുകൊണ്ട്? അവർക്ക് എപ്പോഴും അവരുടെ സമ്പത്ത് നിലനിർത്താനുള്ള ടെൻഷൻ, ശരീരം നിലനിർത്താനുള്ള, ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രോഗമുണ്ടോ, എൻ്റെ ബന്ധുമിത്രാദികൾ സുഖമായിട്ടിരിക്കുന്നു, ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഭർത്താവിന് കുഴപ്പമില്ലല്ലോ, കുട്ടികൾക്ക് എല്ലാം ഓക്കെ അല്ലേ. എപ്പോഴും ടെൻഷനാണ്. കുട്ടി ഇതുവരെ വന്നില്ലല്ലോ, എന്താ ഇത്രയും ലേറ്റ് ആവുന്നേ, എന്താ ഇത്ര നേരമായിട്ട് വരാത്തത്, എന്താ വരാത്തത്, ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? ഉള്ളിൽ എപ്പോഴും ശോകം, അവിഹിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, വിഹിതിക്കപ്പെടാത്തത്, അതായത് നമുക്കായിട്ട് അനുവദിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ ആക്രാന്തം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അഹം മമേതി, ഞാൻ, എൻ്റേത് എന്നുള്ള ചിന്തയാണ്. എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ശരീരം, ഞാൻ, എൻ്റെ തീരുമാനം, ഞാൻ, എൻ്റേത്, ഇതിൽ തന്നെയാണ് എല്ലാ ചിന്തകളും ഇരിക്കുന്നത്. അതുകൊണ്ട് അതാണ് അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. എത്രത്തോളം കാലം അവർ ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുന്നില്ല, അത്രത്തോളം കാലം ഈ ടെൻഷനിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. എത്ര പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ആരാ പറയുന്നത്? ബ്രഹ്മദേവനാ പറയുന്നത്. താവത് ഭയം ദ്രവിണ ദേഹ സുഹൃന്നിമിത്തം. താവത് അവരെപ്പോഴും എന്താണ്? ഭയത്തിലാണ്. ഇതിനെക്കുറിച്ച് ദ്രവ്യങ്ങൾ, വസ്തുവകകൾ, ദേഹം, സുഹൃൻ നിമിത്തം, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട്, ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ. അവരെപ്പോഴും ശോകത്തിലാണ്. ഭൗതിക സുഖഭോഗങ്ങളുടെ പുറകെ പരിഭവിച്ച് വിപുലശ്ചലോഭ, ആക്രാന്തത്തിലിരിക്കുകയാണ്. താവൻ മമേതി, അവരെത്രത്തോളം കാലം അങ്ങയുടെ അസത് അവഗ്രഹാർത്തി മൂലം, അസത് ആഗ്രഹങ്ങളിലെല്ലാം മഗ്നരായിട്ടിരിക്കുന്ന അവർ, യാവൻ നതേ അങ്ക്രീമ ഭയം, അങ്ങയുടെ തൃപ്പാദത്തെ പിടിക്കാതെ ആ ഭയം ഒരിക്കലും അവർക്ക് ലഭിക്കത്തില്ല. എപ്പോഴും ഭയത്തിലാണ്. ആദ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കും. വെട്ടിപ്പിടിച്ചതിന് ശേഷം നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. എപ്പോഴും ടെൻഷനിലാണ്. എനിക്കിത് കിട്ടുമോ, എനിക്കിത് നേടിയെടുക്കണം, ഇത് വേണം, അത് വേണം, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നേടിയെടുത്താലോ, ആരെങ്കിലും കട്ടോണ്ട് പോവും. പാവം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇതാണ്. സത്യം പറയാതെ ഈ ലോകത്തുള്ള എല്ലാവരും പാവങ്ങളാണ്. എല്ലാവരും, ഏത് ജാതിയിൽ, ഏത് മതത്തിലുള്ള പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും. അതുകൊണ്ടാണ് ഭഗവാന് നമ്മളോട് ഇത്രയും ഇഷ്ടം. കാരണം എല്ലാവരും അദ്ദേഹത്തിന്റെ മക്കളാണേ. എന്നാലും ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും വിഷമാവസ്ഥയിരിക്കുന്ന മക്കളോടായിരിക്കും. നമ്മളും അതേപോലെയാണ്. കൊച്ചുകുട്ടികൾ അവരുടെ കളിപ്പാട്ടത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വയ്ക്കും. ഇതാണ് എൻ്റെ കളിപ്പാട്ടം, ആരും കൊണ്ടുവരുന്നത്. അതേപോലെയാണ്. ഇത് കാണുമ്പോൾ ഭഗവാന് വലിയ വിഷമം. അതുകൊണ്ടാണ് കരുണാമൂർത്തി, കരുണാകരൻ, ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ഇറങ്ങി വരുന്നു. ആ പരമ കരുണാവതാരമാണ് ചൈതന്യ മഹാപ്രഭു. ശ്രീമതി രാധാറാണിയുടെ ആ ഭാവത്തിൽ ആ ഗൗരാംഗൻ ഈ ലോകത്തിൽ വന്നു. എന്തിനു വേണ്ടി? നമ്മളിങ്ങനെ കലിയുഗത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പാർഷദരെ അയച്ചു, ശിഷ്യര് പല പാർഷദരെ അയച്ചു നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട്. മക്കളെ, ഇതിലൊന്നും പിടിച്ചിങ്ങനെ നിൽക്കാതെ ഇത് വിടൂ, ഇതിലൊന്നും വലിയ കാര്യമില്ല. യഥാർത്ഥ ആസ്വാദനം അവിടെ ഉപരിലോകങ്ങളിലേക്കുണ്ട്. താൽക്കാലിക സുഖഭോഗങ്ങളുടെ പുറകെ പോകാതെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാതെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ എപ്പോഴും ആനന്ദമാണ്, ഇവിടെ നാശമില്ല, സുഖം മാത്രമേ ഉള്ളൂ, ടെൻഷനില്ല, നഷ്ടഭയമില്ല.
കിട്ടാത്തതിനെ കുറിച്ചുള്ള ദുഃഖവും ഇല്ല. ഏറ്റവും സുഖകരമായിട്ടുള്ള ജീവിതമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ. നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കൈകെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ വന്നിട്ട് എന്താ പറയുന്നത്? ചൈതന്യം കൈ ഉയർത്തുക, എല്ലാം വിട്ടേരെ. എൻ്റെ അടുത്ത് എല്ലാം ഉപേക്ഷിക്കുകയാണെന്നല്ല, ഉള്ളിൽ ഞാൻ എന്റേന്നുള്ള ചിന്തകളെല്ലാം വിട്ടേരെ, കൈ ഉയർത്തുക. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം. കൈ ഉയർത്തി നാമം ജപിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ. ഭഗവാൻ എന്റേതായിട്ടുള്ള ഒന്നുമില്ല, എല്ലാം അങ്ങനത്തെയാണ്. എവറിത്തിങ് ബിലോങ്സ് ടു യു, നത്തിങ് ബിലോങ്സ് ടു യു.